സ്വാമി ഏത് നാട്ടുകാരനാടാ? സ്വാമിക്ക് അങ്ങനെ നാടും വീടൊന്നുമില്ല. ഇവര് സ്വയംഭൂവാണ്. സ്വയംഭൂ എന്ന് പറഞ്ഞ എന്താ? സ്വയംഭൂ എന്ന് പറഞ്ഞാ ഇവര് താനെ അങ്ങ് ജനിക്കുകയാണ്. ഓസുപ്രഭാതത്തിൽ അങ്ങ് ജനനം വരെയാണ്. സ്വാമി നമസ്കാരം. എനിക്കൊരാഗ്രഹമുണ്ട്. ആഗ്രഹമില്ലാത്ത ആളുകൾ മനുഷ്യരല്ല, എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും. അത്യാഗ്രഹമൊന്നുമില്ല, ഒരു കല്യാണം കഴിക്കണം. വിപുലശ്രമ സാധ്യത. സ്വാമി, ഒരു പെണ്ണൊന്നുമില്ലാതെ എങ്ങനെയാ? പെണ്ണൊക്കെ വേണ്ട തന്നെ, പക്ഷെ തനിക്ക് വയറ് കൂടുതലുണ്ട്, കട്ടി മീശയാണ്. അത് എൻ്റെ ഐഡന്റിറ്റിയാണ്. മീശരാഘവൻ നാട്ടിൽ പറയലെല്ലാരും. അങ്ങനെ നടന്നോ? മോൾക്ക് ഇഷ്ടായി എന്നാ തോന്നുന്നത്. പോയിട്ട് കുറച്ചേരായി, സംസാരം തീർന്നിട്ടില്ലേ? അതെ, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേരെന്ന് പറഞ്ഞാല് പല കാര്യങ്ങളും ചോദിച്ചാൽ എന്ത് കാര്യം നിൽക്കണോ? അതിന്റെ സംസാരം നടക്കട്ടെ, അവര് സംസാരിക്കട്ടെ. പിന്നെ ഇപ്പൊ സംസാരിച്ചാൽ എന്താണ്? ആ പൂമ്പെന്നല്ല ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, നല്ല ഒന്നാന്തരം ചേട്ടനാണ്. എനിക്കിഷ്ടായി. എനിക്കിഷ്ടായി. ചേട്ടനിപ്പോ എത്ര വയസ്സായി? എനിക്കോ? എനിക്ക് 59. 59 കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 3 വർഷം. അതെ, ഭാര്യ ഇപ്പൊ മരിച്ചിട്ട് എത്ര നാളായി? 12 കൊല്ലായി അവള് പോയിട്ട്. ഞാൻ പറഞ്ഞാലേ, നല്ല നല്ല കുട്ടികളുണ്ട്, വേണമെങ്കിൽ ആരണമൊന്നും നോക്കിക്കോ. ആർക്ക്? എന്താണ് നിങ്ങളെന്താണ് ആദ്യം എടുത്ത് കേൾക്കണ മാതിരി ഒരു പെണ്ണ് വേണി കെട്ടാന്ന് പറയാൻ? എനിക്കോ? പോയിക്കാ ചെയ്തോളാം അവിടുന്ന്. എനിക്ക് പിന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ വേണമെന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നു. അതാണ് അതിന് ഗവൺമെന്റ് ജോലിക്ക് പഴയ പോലത്തെ ഇതൊന്നുമില്ല. ഒന്നാമതൊരു തുച്ഛമായ ശമ്പളമേ ഉള്ളൂ. പിന്നെ എല്ലാ മാസവും നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ചെറിയ ചെറിയ സംഖ്യ പിടിച്ചിട്ട് മറ്റേ ദുരിതബാധിതർക്ക് വേണ്ടി നമുക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പം എന്ന് പറഞ്ഞാൽ 2-3 മാസം കൂടുമ്പോൾ ഓരോ ദുരന്തം വരണുണ്ടല്ലോ. പിന്നെ പെൻഷൻ്റെ കാര്യം, പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം പഴയ പോലെ അല്ലല്ലോ, കോമ്പൻസേറ്ററി പെൻഷൻ അല്ലേ. ഒരാൾക്കും താല്പര്യമില്ല ഇപ്പം സർക്കാർ ജോലി. ചേട്ടനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, എനിക്ക് സർക്കാർ ഉദ്യോഗമൊന്നുമില്ല. പിന്നെ ഗവൺമെന്റ് ജോലി അല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞില്ല ആരോടും അങ്ങനെ. ഞാൻ ആ ബ്രോക്കറോട് പറഞ്ഞാണല്ലോ ഗവൺമെന്റ് ജോലിക്കാരനാണെങ്കിൽ മാത്രം ഇങ്ങോട്ട് പെണ്ണ് കാണാൻ വന്നാൽ മതിയെന്ന്. എന്നോട് അയാൾ അങ്ങനെ പറഞ്ഞില്ല കേട്ടാ. അതാ ഇനിയിപ്പോ വേറൊരു കാര്യം കൂടി പറയാം. ആ കുട്ടറെ കല്യാണം കഴിഞ്ഞാൽ അതേ പന്തല്ലാണ് വേണമെങ്കിൽ നമുക്ക് പിറ്റത്തെ ദിവസം വേണമെങ്കിൽ കല്യാണം നടത്താം. ഈ സർക്കാർ ജോലി നിർബന്ധമാണെങ്കിൽ നമുക്ക് 2-ൽ ഒരാൾക്ക് പോരെ. താനൊന്ന് വൃത്തിയായിട്ട് പഠിച്ചാൽ തനിക്കും കിട്ടുമല്ലോ. ശരിയാവൂല ഏട്ടാ, ചേട്ടൻ എന്നേലും നല്ല പെണ്ണിനെ കിട്ടും. അല്ല, ഇത് കാണുന്നതിനൊരു പരിധിയില്ലേ? എനിക്ക് പൈസക്ക് തന്നെയാണ്. നോക്കണോ വേണ്ട അത് നിങ്ങൾ പറയും, നിങ്ങളുടെ ഇഷ്ടമാണ്. വേണ്ട, അത് ശരിയാവില്ല. അത് വേണ്ടത്, അത് ശരിയാവില്ല. അത് വിട്, അത് മോളുടെ കാര്യം നോക്കാം. വയസ്സാം കാലത്ത് ഒന്ന് കൈ തെറ്റി വീണാലേ ആരെങ്കിലും ഒന്ന് കൈ പിടിക്കാനുണ്ടാവും. വേണ്ട ശീതള, വേണ്ടെങ്കിൽ വേണ്ട.
ഫോട്ടോ ഉണ്ടോ? എന്താണ് ഫോട്ടോ വല്ലതുണ്ടോ? ആരുടെ ഫോട്ടോ? പെണ്ണിന്റെ. ഏത് പെണ്ണിന്റെ? ഇപ്പൊ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പറഞ്ഞില്ലോ, കല്യാണം വേണ്ടാന്നല്ലേ പറഞ്ഞു നിങ്ങള്? അല്ല, വയസ്സുകാലത്ത് കാലുതെറ്റ് വീണ നോക്കാനൊക്കെ ഒരാൾ വേണമെന്ന് ശീതളം. അതെ, എന്തായാലും കാണിച്ചു തരാന്ന്. എന്തിനും പോകുന്ന കുട്ടിയാണ്. പ്രായം പറയുകയില്ല. ഇല്ല, പ്രായം തോന്നിക്കില്ല. പ്രായം തോന്നിക്കില്ല. നല്ല വട്ടം മുഖം. വട്ടം മുഖം? നല്ല മുഖം. വട്ടം മുഖല്ലേ? ആ, വട്ടം മുഖം. പിന്നെ വിദ്യയുടെ അമ്മയെന്ന് എല്ലാവരും പറയും. അത് ശരിയാവൂല. എനിക്ക് ഗവൺമെന്റ് ജോലി ആണെങ്കിൽ മതിയെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ആ, അതെ, എന്തെങ്കിലും ഒരു മാനസാന്തരം വരണമെങ്കിൽ എന്നെ വിളിക്കുക. നമ്പർ തരട്ടെ? വേണ്ട വേണ്ട വേണ്ട. ഉറപ്പാണ്? ആ, വെറുതെ ഇപ്പൊ ചായ കുടിച്ചത് മോശമായോ? അത് സാരില്ല, ഇതിപ്പോ സ്ഥിരമല്ലേ. ഉറപ്പാണപ്പ അല്ലേ? വെറുതെ ആണുങ്ങളുടെ ശാപം മേടിക്കാൻ നിൽക്കണ്ട. ഞാൻ സഹിച്ചു. ശീതളേട്ടാ, ശീതളേട്ടാ, ആ, വരും വരും. ഒരു പടിക്ക് രണ്ട് പക്ഷിയാണ്. വരും. ശീതളേട്ടാ, ഇങ്ങോട്ട് വന്നേ. എന്താണ്? ഇല്ല, അത് നടക്കൂല. അയ്യോ അയ്യോ, അതൊന്നും നിങ്ങളെന്തും പറഞ്ഞില്ലോ. കുട്ടിയുടെ കാലിന് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ വന്ന ശീതളേട്ടാ. എന്റെ ഒന്നുമില്ല. നടന്നിട്ട് നമ്മുടെ നോക്കണം. ആ, വരും വരും. അപ്പൊ ഇത് ഇതേ കഴിഞ്ഞ് സർപ്പന്റ് തീർന്നയാ? ഉണ്ടാവില്ല. അതെ, സുധി കണ്ട്രാക്കെ, നാളെ കൊണ്ട് പണി നിങ്ങൾ തീർത്ത് തന്നില്ലെങ്കിൽ അവിടെ വെച്ചിട്ട് ഞാനങ്ങ് നിർത്തും, ബാക്കി ഞാൻ അടിച്ചോളാം. മന്മത, നാളെ വൈകുന്നേരത്തിനുള്ളിൽ തീർക്കും പോരെ? ഇത് തന്നെയാണ് ഇന്നലെ മിനിഞ്ഞാന്നും പറഞ്ഞത്. അല്ല, ഇനി കുറച്ചേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. ഇത് വായിലാക്കി തുപ്പുന്നല്ലോ, പേര് ബ്രഷ് കൊണ്ട് അടിച്ച് തീരണ്ടേ? എന്റെ സുധി, ഒരു ആലോചന ആലപ്പുഴയെന്ന് വന്നവർക്ക് അതിലെ പെണ്ണിന്റെ അമ്മായി പെണ്ണ് വീട് കാണണമെന്ന്. അവര് വന്ന് ഇനി കണ്ട് വീടിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നേരത്തെ 1-2 കല്യാണം മുടങ്ങിയത്. ഇനി അതായിട്ട് ഇത് മുടങ്ങണ്ട വെച്ചിട്ടാണ് ഞാൻ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് പ്രശ്നം ഇനി ഉണ്ടാവില്ല. ഇനിയിപ്പോ വീട് കണ്ട വീട് കൊള്ളൂ സാർ. ആ, ചെയ്തേട്ടാ വരി. ഈ പന്നി ഇവിടെ എനിക്ക് നാളെ പെണ്ണാണ് പോകേണ്ട മൂപ്പര് കൂടെ. എന്നെ മൊയ്തു അവന്റെ കിളിയിൽപ്പെട്ടത് എന്നെ ചതിച്ചവനാണ്. എനിക്കറിയാം, എനിക്ക് കാണിച്ചെന്ന് പെണ്ണിനെ മൂപ്പര് അടിച്ചു മാറ്റിയതല്ലേ. എന്താണ് ഇത്? അവിടെയാണ്. അല്ല ചിലേട്ടാ, നാളെ എവിടെയാ പോണ്ടേ? അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അങ്കക്കാട് ഒരു നല്ല കുട്ടിയുണ്ട്, ആ സുലൈമാൻ ഖാന്റെ. ഇത് ഇപ്പൊ അനക്ക് നടന്നില്ലെങ്കിലും വിഷമിക്കണ്ട, ആ കൊച്ചിന് ജീവിതം കൊടുക്കാൻ ആളുണ്ടാവും. എന്താണ് ഒരു കൊല്ലി വെച്ച് സംസാരം മന്മത? എന്താ ഞാൻ പറയല, എന്താ തെറ്റ്? സത്യാവസ്ഥ എന്താ അറിയാ നിങ്ങക്ക്? എന്താണ്? എന്റെ പെണ്ണാണ് അവള്. ഞാൻ അപ്പൊ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയാണ്. ഞാൻ മന്മഥനും കൊണ്ട് അവിടെ പോയി, വീട്ടിലേക്ക് പോയി. ഒരു തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞപ്പോ ആ കുട്ടി വന്നിട്ട് പറഞ്ഞു, ഇതെന്താ അത്, അയാളുടെ കണ്ണുമ്പോ എന്തൊക്കെ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ, അയാളുടെ നോട്ടും മാതിരിയും തൊടലൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു എന്നോട്. പിന്നെ ആ കുട്ടിക്ക് അവരെ വീട്ടുകാർക്കും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അതെന്താന്ന് ചോദിച്ചാല്, ഇതാ ഇത്രക്ക് ഒരു 6-6 അടി പൊക്കമുള്ള ആൾക്കാരൊന്നും വേണ്ട. എന്റെ കൂട്ടിനടുത്ത് നിന്ന് ഇങ്ങനെ ആണി ആട് നിൽക്കണ മാതിരി ഉണ്ടാവും. അപ്പൊ ആണി നിൽക്കണ സീതറ ഏതെങ്കിലും അത്യാവശ്യം ഈ കൂട്ടിനടുത്ത് ചേരാവുന്ന തരത്തിലുള്ള വിവരം മതി, കുടുംബം നോക്കണം നന്നായിട്ട്, ഇങ്ങനത്തെ ഒരു കുട്ടിയാണ് വേണ്ടതെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഇത് കേട്ടപ്പോ തമാശക്ക് എന്ത് പറഞ്ഞു, എന്നാ പിന്നെ എന്നെ അടുത്തോളി എല്ലാത്തിനും പറ്റിയതാണ്, ഞാൻ പോരേന്ന് പറഞ്ഞു ചിരിച്ച്. ഇത് കേട്ടു അവര് പറയണത് നിങ്ങക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു എന്നോട്. അത് ശരി. അങ്ങനെ ഒരു ചോദ്യത്തിലാണ് ആ സംഗതി പിന്നെ അങ്ങനെയൊക്കെ ആയി തീർന്നത്. അല്ലാതെ ഇപ്പൊ ഞാൻ വേണം വിചാരിച്ച് ചെയ്തതെന്നല്ല മന്മത. അത് ശീതള, ഇത് നീ ഉണ്ടാക്കിയ കഥയല്ലേ, നീ ഇത് ആൾക്കാരോട് പറഞ്ഞു നടക്കണം, ഞാൻ അറിഞ്ഞു. അത് എത്ര വിഷമിക്കേണ്ട ഒരു കാര്യം ചെയ്യും, നാളെ ഡിവോഴ്സ് ചെയ്യാൻ നീ കൊടേക്കോ. ഇതാ ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള ചെറ്റകളാണ് എന്റെ വീട്ടിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത് കേക്കി നിങ്ങള്. ആ വൈകുന്നേരം എനിക്കൊന്ന് വീട്ടിലേക്ക് കയറണമെങ്കിൽ 2 അടിച്ചാലേ പറ്റുള്ളൂ. അതാണ് ഇപ്പൊ എന്റെ സ്ഥിതി. ഇതിപ്പോ എനിക്കറിയോ? അറിയില്ലല്ലോ. അപ്പൊ രക്ഷപ്പെടുത്തിയതിന് ഇപ്പോഴും ഞാൻ ചീത്ത കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് പോട്ടെ, അത് എന്റെ കഥ എന്തായാലും ഇപ്പോഴത്തെ കാലാണ്, ഇപ്പോഴത്തെ കുട്ടികളാണ്.
ഈ കയ്യിലും മുണ്ടി കൊടുത്ത് ഈ ജാതി കോലത്തിലൊന്നും കയറി വരരുത്. അല്ലല്ലേ ഞാൻ വെള്ളം മുണ്ട് ഷർട്ട് കൊടുക്കും. അതെ, ആ വെള്ളം മുണ്ടും ഷർട്ടും വേണ്ടാന്നാ പറഞ്ഞത്. ഒന്നുണ്ടല്ല പറഞ്ഞത്. പിന്നെ ഇപ്പോഴത്തെ ചെറുക്കന്മാരുടെ ഒരു ഇത് കണ്ടിട്ടില്ലേ? എന്ത് ഇപ്പോഴത്തെ കുട്ടികളുടെ എന്തെന്നാ പറയാ, ന്യൂജൻ ഈ ഫ്രീക്ക് എന്നൊക്കെ പറയില്ലേ? അതൊക്കെ ഇടണോ? പെണ്ണ് കാണാനല്ലേ? അപ്പൊ 10 മണിക്ക് ഞാൻ അവിടെ വെക്കാം. എന്നാ പിന്നെ പറഞ്ഞു പോലെ ആയിക്കോട്ടെ. ഇപ്പൊ ഇത്ര ഒന്നും ചൂടാവേണ്ട ഒരു കാര്യമില്ല. ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. എന്താണ് നിങ്ങൾ ഇവിടുന്നേ ഓട്ടോസ് വിളിച്ച് പോയിക്കോളി. അതെന്താ എന്തും മര്യാദ ഈ പറഞ്ഞത്? എന്താണ് നമ്മൾ ടൗണിലല്ലേ വന്നത്? അപ്പൊ എന്നെ അവിടെ കൊണ്ടുപോയാക്കണ്ടേ? നീ അവിടെ കൊണ്ടാക്കാൻ എനിക്ക് സൗകര്യമില്ല. എന്റെ ശീതളട്ട നിങ്ങളെ ഭർത്താനം കേട്ടില്ല. ഞാൻ പെണ്ണാണപ്പോ നിങ്ങൾ ഇവിടെ വന്നത്. ആ പെണ്ണിന്റെ ബാപ്പ പറഞ്ഞ് നിങ്ങൾ കേട്ടോ? ഒരു ഗതിയും പരഗതിയിൽ ഒറ്റ ചങ്ങാനെ കൊണ്ടാണ് പെണ്ണാണ് വന്നതെന്ന്. എന്റെ ഈ കീറി പാൻറ്റൊക്കെ കണ്ട അയാൾ ചോദിച്ചെന്നാ ഈ ഇല്ലാത്ത വീട്ടിൽ നിന്നുണ്ടാക്കി വരുന്നതെന്ന്. നിങ്ങൾ ചോദിപ്പിച്ചല്ലോ അതിനെ കൊണ്ട്. ഈ പേരും പറഞ്ഞു, ഈ പെണ്ണാണെന്ന പേരും പറഞ്ഞു ഒരുപാട് പൈസകൾ എൻ്റെ അടുത്ത് നേരത്തെ തന്ന പൈസ അങ്ങോട്ട് തരും. വേണ്ട കേട്ടോ, മോശമായിക്കോട്ടെ. നിങ്ങൾ എനിക്ക് പെണ്ണ് കാണണ്ട. അതെ, എന്നാ നിനക്ക് എന്നാ ഉള്ള സത്യം ഞാൻ നിന്നോട് പറയാം. എന്തായാലും നീ ഇപ്പൊ എനിക്ക് കാശൊന്നും തരുന്നില്ലല്ലോ. എന്താണ് ഇപ്പൊ തുറന്ന് പറയാന്ന് വിചാരിക്കാണ്. എന്താണ്? അവർക്ക് ഈ കീറിയ പാന്റ് ഒന്നും കണ്ടിട്ടല്ല പ്രശ്നമായത്. ആ കുട്ടിയുണ്ടല്ലോ, ആ കീറിയ പാന്റിന്റെ ഇടാ കൂടെ ഇവിടെ നോക്ക്, പണ്ട് വട്ടച്ചൊറി വന്നത് കണ്ട ആ കുട്ടി. വട്ടച്ചൊറി എന്ന് പറഞ്ഞൊന്നും കട്ടാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. ഇതാണ് എന്റെ മാന്യത കൊണ്ട് നിന്നോട് പറഞ്ഞില്ല. കാശ് മേടിച്ചു കൊണ്ടുപോകുന്നിടത്ത് ഇനി എന്ത് മാന്യത? നീ പൊക്കോ, ഞാൻ എങ്ങനെയും പോയി. നല്ല പാന്റ് ഇട്ട് നടന്നോണ ഞാൻ. എന്നെ കൊണ്ട് ഈ പാന്റ് അടിച്ച നിങ്ങളാ പാന്റ് ഇട്ടിട്ട് വട്ടച്ചൊറിയെ പറ്റിക്കും. ആൾക്കാരെ പറ്റിക്കാൻ ശീതള, ഇതിപ്പോ എത്ര നേരമായിരിക്കണത്? ഇതെന്താ ആരും കാണാത്ത? പെണ്ണുങ്ങൾ ഒരുങ്ങാൻ പോയ നേരം കുറിച്ച് പിടിക്കും. വരട്ടെ, നിങ്ങൾ സമാധാനിക്ക്. എന്താ കാണാൻ തീർക്കാ? ഞാൻ വിളിക്കാം. ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, മാഡത്തിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. ശരി ശരി. മാഡം ഒരു മാഡം ഒരു കോളിലാ. ശരി, ആയിക്കോട്ടെ. നിങ്ങൾക്ക് ശരിക്ക് അല്ല എന്താ പണി ഇവിടെ? ഞാൻ മാഡത്തിന്റെ പി എ. പറയുമ്പോ പിന്നാലെ തറക്ക് പി എന്ന് പറഞ്ഞാൽ മാഡം വലിയ നേതാവല്ലേ. അപ്പൊ നമ്മള് മറ്റു കാര്യങ്ങളൊക്കെ എല്ലാ കൊണ്ടും മാഡത്തിനെ കൊണ്ട് കഴിയത്തില്ലല്ലോ. എന്തെങ്കിലും കിട്ടിയാലേ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഈ അച്ഛനമ്മയ്ക്കൊക്കെ കൂടെ താമസിച്ചൂടെ ഇവിടെ? അത് മാഡത്തിന് ഭയങ്കര തിരക്കാ, എപ്പോഴും പറ്റത്തില്ല. നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ നോക്ക്. വെറുതെ വേണ്ടാത്തതിൽ കയ്യിലുണ്ട. അതെ, ഞാൻ പറഞ്ഞല്ലോ, എന്ത് സംഭവിച്ചാലും ഞാൻ തന്നെ പ്രസിഡന്റ് ആവാൻ പോകുന്നുള്ളൂ. പിന്നെ സരോജിനി ആരാ? ഇന്നലെ വന്നോളൊക്കെ പ്രസിഡന്റ് ആവാൻ പോവല്ലേ? അതൊന്നും നടക്കണ കേസൊന്നുമല്ല. പരിപ്പങ്ങ് മേടിച്ച് വെച്ചേക്കാൻ പറ. ഇവിടെ നീ ആരോടാണ് പറയണത്? അങ്ങനെ ആണുങ്ങൾ പറയുന്നത് മാത്രമൊന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നത്. പെണ്ണിന്റെ ശക്തി എന്താന്ന് ഞാൻ കാണിച്ചു തരാം. നാളെ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, എന്നിട്ട് അറിയാലോ. നാളെ തെരഞ്ഞെടുപ്പാണ്. ആരാ ചെക്കൻ? ചെക്കൻ ഇതാണ്. പേര് സുഗതൻ. എത്ര വയസ്സായി? ഇപ്പൊ 62 വയസ്സ്. 62. അപ്പോ മോള് ഒരു മോളുണ്ട്. കല്യാണം കഴിഞ്ഞു അല്ലേ? ഇല്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. ആര് പറയുന്നത് ശരി? കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല. അടുത്ത് തന്നെ അത് കഴിഞ്ഞ ഉടനെ കല്യാണം ഉണ്ടാവും. ഉണ്ടാവുന്നൊന്നും തോന്നില്ല. സർക്കാർ ജോലിക്കാരനെ വേണമെന്ന് പറഞ്ഞു വാശിയിൽ നിൽക്കവിടെ. അത് നടക്കുന്നൊന്നും തോന്നുന്നില്ല. എന്തിനും നിങ്ങൾ എന്നൊക്കെ ഛർദിക്കും. ഇതിപ്പോ ഈ ഭാര്യ മരിച്ചിട്ട് എത്ര നാളായി? 12 വർഷമായി. 12 വർഷമായി. എന്ത് പറ്റിയതായിരുന്നു? അത് ഈ 2 കിഡ്നിയും പോയിട്ട് പാമ്പ് കടിച്ചതിന് ശേഷം 2 കിഡ്നിയും പോയിട്ടാണ്. എനിക്ക് ഈ വീട്ടുകാരൊന്നും നോക്കാനുള്ള സമയമൊന്നും ഇല്ല. ഇവിടെ ഉണ്ടാവില്ലേ? സുഖമായിട്ട് കഴിയാം. അതാണ്. അപ്പോ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനപ്പോ ഒരാളെ നിർത്തിക്കൂടെ എന്ന് ചോദിക്കും. പക്ഷെ അതൊരു അധിക ചെലവല്ലേ? പിന്നെ ഇപ്പൊ ഇത്രയായി, ഞങ്ങള് ഏറ്റവും അടുത്ത ആൾക്കാരൊന്നും കൂടി ആലോചിച്ചു ഒരു വിവാഹം അങ്ങോട്ട് കഴിക്കാം. അതാവുമ്പോ ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാളാകുകയും ചെയ്യും. വീട്ടിലൊരാളായി. ഇപ്പൊ അച്ഛനും അമ്മ അനിയത്തിയുടെ അവിടെ നിൽക്കാണ്, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം.
അവര് നോക്കാൻ ഒരാളായി. അതെ, എല്ലാം നടക്കൂലോ. ശരിയാണ്, ഒരു കുടുംബമായി അപ്പൊ. അതാണ് ശരിയാണ്. പിന്നെ ഇപ്പൊ നമ്മള് രാഷ്ട്രീയക്കാരല്ലേ, ഓ ഒരു പാവപ്പെട്ടവന് ജീവിതം കൊടുക്കുക അത് വലിയ കാര്യല്ലേ? കറക്റ്റാണ്. ഒരു സേവനം. എന്താണ് ഷിബു? വേണ്ടാത്ത കാര്യം നിന്നോട് ഇപ്പഴല്ലേ ഞാൻ പറഞ്ഞ PA വിളിച്ച് പറഞ്ഞാ മതിയെന്ന്. ഞാൻ അവനാണെന്ന് പറഞ്ഞ് മീശ പിരിച്ച് അടക്കിടന്ന് തുള്ളുണ്ടെങ്കിലേ നാളെ തുള്ളാൻ അവന് 2 കാലും കാണൂല. 2 കാലും തല്ലി പിടിച്ച് കെട്ടി തൂക്കും ഞാൻ. എടാ ഈ മണ്ടോദരി ആരാണെന്ന് അവനൊന്ന് പറഞ്ഞു കൊടുക്കണ. ഇന്നലെ രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയതല്ല ഞാൻ. വേറെ ആളായിട്ട് വരാം. പിന്നെ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് അവൻ ഇറങ്ങിയിരിക്കണം. അതല്ല, വേറെ ആളായിട്ട് വരാം. നിന്റെ അടുത്ത് പറയണേ ഒച്ചയെടുക്കണം നീ എന്നോട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ PA പറഞ്ഞാൽ മതി. വെച്ചിട്ട് പാടാ. അപ്പൊ ഞാൻ അവര് പോയി. പോയോ? പോയി. എനിക്ക് 54 നടപ്പാ.